പാലോട് പേരക്കുഴി ഗവൺമെന്റ് LPS സ്കൂളിന്റെ സീലിംഗ് അടർന്നു വീണു. ക്ലാസ് സമയത്തുണ്ടായ അപകടത്തിൽ കുട്ടികൾക്ക് ആർക്കും പരിക്കില്ല. 80 വർഷത്തോളം പഴക്കമുള്ള പാലോട് പേരക്കുഴി ഗവൺമെന്റ് LP സ്കൂളിന്റെ ക്ലാസ് മുറികളുടെ സീലിംഗാണ് ഇളകി വീണത്. മേൽക്കൂര ദ്രവിച്ച ഓടിട്ട കെട്ടിടത്തിലാണ് 5 ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ഒരു സുരക്ഷയുമില്ലാതെയാണ് ക്ലാസുകൾ നടക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അധികൃതർ മുതൽ MP വരെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. MLAക്ക് നൽകിയ നിവേദനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതൊഴിച്ചാൽ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അധികാരികളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ശ്രദ്ധയിലും MLAയുടെ ശ്രദ്ധയിലും MPയുടെ ശ്രദ്ധയിലും ഒക്കെ നിരവധി തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയുള്ള സ്കൂളാണ്. ആ നിലയ്ക്കും ഉള്ള അപേക്ഷകളും പരാതികളും ഒക്കെ നിലയ്ക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏത് വിധേനയും ഈ അപകടം ഒന്ന് മാറിക്കിട്ടുന്നതിന് നമുക്കൊരു പുതിയ കെട്ടിടം എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിലെ PTAയുടെയും ടീച്ചർമാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു കൂട്ടായ ആവശ്യം. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന പാലോട് ഉപജില്ലയിലെ മികച്ച സ്കൂളുകളിലൊന്നാണ് പേരക്കുഴി ഗവൺമെന്റ് LPS. സ്കൂളിന്റെ മികവ് കൊണ്ട് തന്നെ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായി സ്കൂൾ അധികൃതർ പറയുന്നു. നിലവിൽ 250-ലേറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ സീലിംഗ് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ദൈവഭാഗ്യം കൊണ്ട് കുട്ടികൾക്ക് വളരെ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അടിയന്തരമായി നമുക്കൊരു പുതിയൊരു കെട്ടിടം, ആ പുതിയൊരു കെട്ടിടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പുതിയ ക്ലാസ് മുറികളും കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനും അവർക്കൊരു സുരക്ഷിതമായി ഇരിക്കുന്നതിന് പുതിയൊരു കെട്ടിടം അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി പുതിയൊരു കെട്ടിടം അനുവദിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആവശ്യത്തിന് ക്ലാസ് മുറികൾ ഇല്ലാത്തതിനാൽ സമീപത്തെ BRCയുടെ ട്രെയിനിങ് ഹാൾ, ലൈബ്രറി കെട്ടിടം, BRCയുടെ തന്നെ തെറാപ്പി സെന്റർ എന്നിവിടങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.